നിങ്ങൾക്കെത്ര പേർക്കറിയാം നമ്മുടെ പറമ്പുകളിൽ കിളിർത്തു വരുന്ന ചെടികൾ എങ്ങനെ അവിടെ വന്നു എന്ന്? നമ്മുടെ മുറ്റങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ ആരുകൊണ്ട് നട്ടു എന്ന്? നിങ്ങൾക്കെത്ര പേർക്കറിയാം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ആരോ നമുക്ക് വാരിത്തന്നതാണെന്ന്? നമ്മുടെ കടകളിൽ ചില്ലിട്ട അലമാരകളിൽ ഇരിക്കുന്ന പലഹാരങ്ങൾ ആരോ കൊണ്ടുതന്നതാണെന്ന്? അത് വലിയൊരു ചരിത്രമാണ്. ഒന്നും നമ്മുടെ സ്വന്തമല്ലായിരുന്നു, ആരോ നമുക്ക് തന്നതാണ്. ആരോ നമുക്ക് തന്നതാണ്. നമ്മുടെ വസ്ത്രധാരണം, ആഹാരശീലങ്ങൾ, കാർഷിക വൃത്തികൾ, നമ്മുടെ സസ്യങ്ങളും ചെടികളും വൃക്ഷങ്ങളുമൊക്കെ ആരുടെയോ സംഭാവനകളാണ്. ആ ചരിത്രം നാം അറിയണം. അതാരുടെ ചരിത്രമാണ്? ആ ചരിത്രം അറിയുമ്പോഴാണ് മിഷണറിമാർ ആ മേഖലയിലും കൈവച്ചവരാണെന്നും. ആ ചരിത്രം നമുക്ക് പരിശോധിക്കാം. അതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. നമ്മളെങ്ങനെ നമ്മളായി. നിങ്ങൾക്കെത്ര പേർക്കറിയാം നമ്മൾ പണ്ട് 2 നേരം ആഹാരം കഴിച്ചവരാണെന്ന്? പിന്നീട് 3 നേരം ആഹാരം കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇഷ്ടം പോലെ ആഹാരം. മുഴുപ്പട്ടിണിയായിരുന്നു, ക്ഷാമം, ആഹാരം കഴിക്കാനില്ലായിരുന്നു. 3 നേരം ആഹാരം കഴിക്കാൻ തുടങ്ങിയത് പോലും സായിപ്പ് കഴിക്കുന്ന കണ്ടാണ്, മിഷണറിമാർ കഴിക്കുന്ന കണ്ടാണ്. ഇന്ന് നല്ല വസ്ത്രമാണ് നാം ധരിക്കുന്നത്, പക്ഷെ പല വസ്ത്രങ്ങളും നമ്മുടേതല്ല. വസ്ത്രം പണ്ട് ധരിക്കാൻ നമുക്ക് അനുവാദമില്ലാത്തവരായിരുന്നു. ജാതി വ്യവസ്ഥയിൽ അടിത്തട്ടുകാരായ ആളുകൾക്ക് വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തവരായിരുന്നു. അതിനുവേണ്ടി സമരം ചെയ്ത നാടുകൂടിയായിരുന്നു. എന്നാൽ ഇന്ന് നല്ല വസ്ത്രങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ചെടികൾ, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷം, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കായ്കനികൾ, ഇതെല്ലാം ആരുടേതാണ്? ഒന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കടകളിൽ, മാടക്കട മുതൽ വലിയ കടകൾ വരെ ചില്ലിട്ട അലമാരികളിൽ ഇഷ്ടംപോലെ പലഹാരങ്ങൾ, ഇഷ്ടംപോലെ ആഹാര പദാർത്ഥങ്ങളുണ്ട്. അതൊന്നും നമ്മുടേതല്ല, സ്വന്തമല്ല. എങ്ങനെയാണ് നമുക്ക് ഇതെല്ലാം കരഗതമായി? ആരാണ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നത്? അത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് ആഹാരശീലങ്ങൾ, ഭക്ഷണക്രമം, വസ്ത്രധാരണം, കാർഷിക വൃത്തി, ആശയവിനിമയം, വിദ്യാഭ്യാസം, ശുചിത്വം, ഇതെല്ലാം പ്രധാനങ്ങളാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു സംസ്കാരമുണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളിയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ, ഇന്ത്യക്കാരുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ അവിടെ ആഹാരശീലങ്ങളും ജീവിതക്രമങ്ങളും അവിടെ കുടുംബ വ്യവസ്ഥകളും അവിടെ കാർഷിക വൃത്തിയും അവിടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അവിടെ ആശയവിനിമയ ഉപാധികളും എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയത്, എങ്ങനെയാണ് ഇടപെട്ടത്, ഇത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാവരും പുട്ട് കഴിക്കുന്നവരാണ്. പുട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പുട്ടും കടലയും, പുട്ടും പയറും പപ്പടവും എല്ലാം ചേർത്ത് കഴിക്കുന്നവരാണ്. പക്ഷേ പുട്ട് പോർട്ടീസുകാരുടെ ആഹാരമാണെന്ന് എത്ര പേർക്കറിയാം? പുട്ട് പോർട്ടീസുകാരുടെ ആഹാരമാണ്. മാത്രമല്ല പേരയ്ക്ക, കൈതച്ചക്ക, അത്തി, ഇതെല്ലാം പോർട്ടീസുകാർ കൊണ്ടുവന്നതാണ്. ബ്രസീലിൽ നിന്ന് വന്നതാണ് മുളക്, ചുവന്ന മുളക്. അത് പെറുവിൽ നിന്നാണെന്നും തർക്കമുണ്ട്. പെറുവിൽ നിന്നാണോ ബ്രസീലിൽ നിന്നാണോ ചുവന്ന മുളക് വന്നത്? അതിനെക്കുറിച്ച് തർക്കമുണ്ട്. അപ്പോൾ ചുവന്ന മുളക്, കൈതച്ചക്ക, അതുപോലെ പേരയ്ക്ക, അത്തി, അണ്ടിപ്പരിപ്പ്, ഇതൊന്നും സ്വന്തമല്ല. ഇതെല്ലാം പുറത്തുനിന്ന് വന്നതാണ്. ഒരു കാലത്ത് നമ്മുടെ പട്ടിണി മാറ്റിയത് കപ്പയാണ്. ലോകത്തെമ്പാട് ക്ഷാമം, നാട്ടിൽ കടുത്ത പട്ടിണി. ഈ കടുത്ത പട്ടിണിയിൽ നാം ജീവിച്ചത് കപ്പ തിന്നാണ്. എങ്ങനെയാണെന്നറിയാമോ? ബ്രസീലിൽ നിന്നാണ് ബ്രിട്ടനിലെ ബൊട്ടാണിക്കൽ മ്യൂസിയത്തിൽ കപ്പയെത്തുന്നത്. അവിടുന്ന് ഇംഗ്ലീഷുകാർ കപ്പ തിരുവനന്തപുരത്തെ മ്യൂസിയം ക്യാമ്പസിൽ കപ്പ നടുകയാണ്. 1800കളിലെ ചരിത്രമാണ് ഈ പറയുന്നത്. എത്രയോ വർഷങ്ങൾക്കപ്പുറം. അങ്ങനെ
കേരളത്തിൽ കപ്പ പ്രചരിച്ചു. അപ്പോൾ കപ്പ കൊണ്ടുവന്നത്, പൈനാപ്പിൾ കൊണ്ടുവന്നത്, കശുവണ്ടി കൊണ്ടുവന്നത്, പേരയ്ക്ക, അത്തി, ചുവന്ന മുളക്, രാവിലെ കുടിക്കുന്ന കാപ്പി, വൈകിട്ട് കുടിക്കുന്ന ചായ, പുട്ട്, നമ്മുടെ അലമാരകളിലൊക്കെ ഇരിക്കുന്ന അച്ചപ്പം, മുറുക്ക്, ചുരുട്ട്, അങ്ങനെയുള്ള പലഹാരങ്ങൾ, ഇതെല്ലാം കൊടുങ്ങല്ലൂരും കൊച്ചിയിലും പറങ്കികൾ തങ്ങളുടെ ഭാര്യമാരെ, കുഞ്ഞുങ്ങളെ കാണാൻ വരുമ്പോൾ കൊണ്ടുവന്ന പലഹാരങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആഹാരശീലങ്ങളെപ്പോലും നമ്മുടെ ഭക്ഷണക്രമത്തെപ്പോലും മിഷണറിമാർ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചരിത്രമൊന്നും ആർക്കും അറിയില്ല. എത്ര പേർക്കറിയാം പുട്ട് പോർട്ടുഗീസുകാരുടെ ആഹാരമാണെന്ന്? ഒന്നും സ്വന്തമല്ല. സാമ്പാർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. ഉടുപ്പിയിൽ നിന്നാണ് പല നമ്മുടെ കറിക്കൂട്ടുകളും വന്നത്. നമ്മുടെ സ്വാദിഷ്ടമായ പല ഭക്ഷണക്രമങ്ങളും ഉടുപ്പിയിൽ നിന്ന് വന്നതാണ്. നമുക്കറിയാം വടക്കേ ഇന്ത്യയിൽ ആ ഡാൽ സാമ്പാർ, അതിലൂടെ കായം കൂടെ ചേർത്ത് കഴിയുമ്പോൾ മലയാളിയുടെ ഇഷ്ട വിഭവമായ സാമ്പാറായി മാറുകയാണ്. അപ്പോൾ കറിക്കൂട്ടുകൾ, ഭക്ഷണ രീതികളിൽ വ്യത്യാസം, ആഹാര രീതികളിൽ വ്യത്യാസം, കാർഷിക ചെടികൾ കൊണ്ടുവരികയാണ്. ഇവിടെ കാണുന്ന പല ചെടികളും നമുക്കറിയാമല്ലോ, ഹോർത്തൂസ് മലബാർക്കൂസ്, ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തിന് തന്നെ അവതരിപ്പിച്ച സസ്യങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചുമുള്ള ഒരു ചരിത്ര ഗ്രന്ഥം തന്നെ, കാർഷിക ചെടികളെക്കുറിച്ച്, വൃക്ഷങ്ങളെക്കുറിച്ച് ഒക്കെ അവതരിപ്പിച്ച ഗ്രന്ഥം തന്നെയുണ്ട്. ഇതെല്ലാം മിഷണറിമാർ വരുമ്പോൾ കൊണ്ടുവരികയാണ്. റബ്ബർ, എത്ര മനോഹരമാണ് കേരളത്തിലെ പ്ലാന്റേഷൻ മേഖല. എങ്ങനെയാണ് പശ്ചിമഘട്ടത്തെ ഇത്ര മനോഹരമാക്കിയത്? എങ്ങനെയാണ് പശ്ചിമഘട്ടത്തിൽ ഈ പ്ലാന്റേഷൻ ഇത്രയും മനോഹരമായി സജ്ജമാക്കിയത്? ആരാണ്? മിഷണറിമാരാണ്. മർഫി സാഹിബിനെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? മർഫി സാഹിബാണ് പ്ലാന്റേഷൻ മേഖല ഇത്രയും മനോഹരമാക്കിയത്. മുണ്ടക്കയം, കൂട്ടിക്കൽ പ്രദേശങ്ങളിൽ, കുമളി, കട്ടപ്പന, ഈ ഹൈറേഞ്ച് പ്രദേശങ്ങളിലെല്ലാം മർഫി സാഹിബ്, കേണൽ മൺട്രോ, ഹെൻറി ബേക്കർ, പ്ലാന്റേഷൻ മേഖലകളിൽ എത്ര മനോഹരമായിട്ടാണ്. ഇന്ന് നമ്മൾ ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു, രാവിലെ പുട്ട് കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ ആഹാരശീലങ്ങളെപ്പോലും ക്രൈസ്തവ മിഷണറിമാർ സ്വാധീനിച്ചു എന്ന് നാം മനസ്സിലാക്കണം. മുണ്ടക്കയത്തിന് മുണ്ടക്കയം എന്ന് പേരിട്ടതുപോലെ ഹെൻറി ബേക്കറാണ്. മുണ്ടിക്കയം എന്നാണ് അദ്ദേഹം ഡയറിയിൽ എഴുതിയത്. മുണ്ടിക്കയം, ചാരക്കൊക്ക്, കൊക്കുമുണ്ടി വന്നിരിക്കുന്ന പാറക്കെട്ടുകൾ, മുണ്ടിക്കയം എന്ന് മനസ്സിലാക്കണം. ഇംഗ്ലണ്ടിൽ ഒരു സുഖവാസ കേന്ദ്രത്തിന് കൂട്ടിക്കൽ എന്ന പേരുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. മുണ്ടക്കയം കൂട്ടിക്കലിൻ്റെ പേര് ഇംഗ്ലണ്ടിൽ ഒരു സുഖവാസ കേന്ദ്രത്തിലുണ്ട്. നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്, ചേറായി ബീച്ചിൽ സഹോദരൻ അയ്യപ്പൻ പന്തിഭോജനം നടത്തിയതിനെക്കുറിച്ച്. അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്ത് ഹെൻറി ബേക്കർ വിവിധ ജാതിക്കാരായ ആൾക്കാരെ ഇരുത്തി പന്തിഭോജനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനം എന്ന നിലയിൽ മല്ലപ്പള്ളിയിൽ നടത്തിയിട്ടുണ്ട്. തദ്ദേശീയനായ പട്ടക്കാരൻ മല്ലപ്പള്ളിയിൽ അച്ഛൻ ജോർജ് മാത്തൻ. ഏതെല്ലാം മേഖലകളിലാണ് മിഷണറിമാർ ഇടപെട്ടുള്ളത്? ആഹാര രീതികളിൽ, ജീവിതശൈലികളിൽ. കുടിക്കുന്ന കാപ്പി നമ്മുടേതല്ല, വൈകിട്ട് കുടിക്കുന്ന ചായ നമ്മുടേതല്ല, രാവിലെ കഴിക്കുന്ന പുട്ട് നമ്മുടേതല്ല, പൈനാപ്പിൾ നമ്മുടേതല്ല, അത്തി നമ്മുടേതല്ല, പേരയ്ക്ക നമ്മുടേതല്ല, ചുവന്ന മുളക് നമ്മുടേതല്ല, കപ്പ നമ്മുടേതല്ല. വിശാഖം തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂറിലും മലബാറിലും ഹൈറേഞ്ചിലുമെല്ലാം കപ്പ വ്യാപകമാക്കിയത്. ആദ്യമായി അദ്ദേഹം കപ്പ തിന്നുകയാണ്, വിശാഖം തിരുനാൾ മഹാരാജാവ്. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. കപ്പ തിന്ന് ഇഷ്ടപ്പെട്ട വിശാഖം തിരുനാൾ കേരളത്തിൽ കപ്പ വ്യാപകമായി കൃഷി ചെയ്യാൻ വേണ്ടി അനുവാദങ്ങൾ നൽകി. ഞാൻ സൂചിപ്പിച്ചല്ലോ, ബ്രസീലിൽ നിന്ന് ഇംഗ്ലണ്ടിലെത്തുന്നു. ബ്രിട്ടനിലെ ബൊട്ടാണിക്കൽ മ്യൂസിയത്തിൽ നിന്നും തിരുവനന്തപുരത്തെ മ്യൂസിയം ക്യാമ്പസിൽ കൊണ്ട് നടന്നു. ആ കപ്പ തിന്ന വിശാഖം തിരുനാൾ നാട് മുഴുവൻ കപ്പ പ്രചരിപ്പിക്കുന്നു. വേറെ ചരിത്രം കൂടിയുണ്ട്. വിശാഖം തിരുനാളിന് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഒരു വൈദ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, കാന്താരി തിന്നാൽ മതി, കൊളസ്ട്രോൾ മാറും. നിരന്തരമായി കാന്താരി കഴിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അൾസറുണ്ടായി. അൾസറുണ്ടായ അദ്ദേഹത്തോട് പറഞ്ഞു, കാന്താരിയോടൊപ്പം നാരുള്ള ഭക്ഷണം, സ്റ്റാർച്ചുള്ള ഭക്ഷണം കഴിക്കുക. നാരുള്ള ഭക്ഷണം കാന്താരിയോടൊപ്പം കഴിച്ചാൽ അതിൻ്റെ ദൂഷ്യം മാറിക്കിട്ടും.
അങ്ങനെയാണ് കപ്പയോടൊപ്പം കാന്താരി മുളക് ചേർത്ത് കഴിക്കാവുന്ന കോമ്പിനേഷൻ ഉണ്ടായത്. കപ്പയോടൊപ്പം നാം ഇന്ന് കഴിക്കുന്നത് കാന്താരി ഉടച്ചാണ്, അല്ലെങ്കിൽ മുളക് ഉടച്ചാണ്. ഈ കോമ്പിനേഷൻ ഉണ്ടാകാൻ കാരണം വിശാഖം തിരുനാൾ അത് കഴിച്ചതിന് ശേഷമാണ്. അദ്ദേഹത്തിന് കപ്പ ഇഷ്ടപ്പെട്ടു. കേരളത്തിൽ മുഴുവൻ അദ്ദേഹം ഇത് പ്രചരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി നാട്ടിൽ എല്ലാവരും ഇന്ന് ഇഷ്ടപ്പെടുന്ന, ഇന്ന് നമ്മുടെ ഇടയിൽ ഡിമാൻഡുള്ള, ഇഷ്ടമുള്ള ഒരു വിഭവമായി കപ്പ മാറിയിരിക്കുകയാണ്. ആ ലോകത്ത് പലയിടങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചൊരു വിഭവമാണ് ചക്ക. ഇവിടെ സെമിനാരിയിൽ വന്നിട്ടുള്ള പഠിപ്പിക്കാൻ വന്ന മിഷണറിമാർ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയതാണ് ചക്ക. ജക്ക എന്ന് പോലും വിദേശ രാജ്യങ്ങളിൽ ചക്കയെ പറയാറുണ്ട്. അവർ പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇംഗ്ലണ്ടിലേക്ക്, ബ്രസീലിലേക്ക്, പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ സെമിനാരിയിൽ പഠിപ്പിക്കാൻ വന്ന മിഷണറിമാർ ഇവിടുന്ന് കൊണ്ടുപോയതാണ്, പുറത്തേക്ക് കൊണ്ടുപോയതാണ് ചക്ക. കപ്പ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അത് വ്യാപകമായി പ്രചരിപ്പിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങൾ, യുദ്ധകാലങ്ങളിൽ വലിയ പട്ടിണികൾ ഒക്കെ ഉണ്ടായപ്പോൾ, ക്ഷാമം ഉണ്ടായപ്പോൾ, നമ്മുടെ നാട്ടിലെ പൂർവ്വസൂരികളായ നമ്മുടെ പിതാക്കന്മാർ അവരൊക്കെ ജീവിച്ചത് ഈ കപ്പ തിന്നാണ്. അപ്പോൾ കപ്പ തിന്നുമ്പോൾ മിഷണറിമാർ ഓർക്കുക, പുട്ട് തിന്നുമ്പോൾ പോർട്ടീസുകാരെ ഓർക്കുക, കശുവണ്ടിയും പൈനാപ്പിളും അത്തിയും പേരക്കയും തിന്നുമ്പോൾ മിഷണറിമാരെ നമ്മൾ ഓർക്കണം. ചുവന്ന മുളക് അടുക്കളയിൽ നിരന്തരമായി നാം ഉപയോഗിക്കുന്നതാണ്. ചുവന്ന മുളക് നമ്മുടേതല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. വൃക്ഷങ്ങൾ പലതും നമ്മുടേതല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്, അത് നമ്മുടേതല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. പ്ലാന്റേഷൻ മേഖല ഇത്രയും മനോഹരമാക്കി, ഇത്രയും സുന്ദരമാക്കി, മർഫി സാഹിബിനെ മറക്കാൻ, കേണൽ മൺറോയെ മറക്കാൻ, ഹെൻറി ബേക്കറിനെ മറക്കാൻ ഒരിക്കലും നമുക്ക് കഴിയത്തില്ല. കാർഷിക ഗുണമുള്ള ചെടികൾ, ഔഷധ ഗുണമുള്ള ഔഷധ ചെടികൾ, അത് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുക. ആ കാലങ്ങളിലൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി ഔഷധ ചെടികൾ ഉപയോഗിക്കുമായിരുന്നു. ഔഷധ ചെടികളിട്ട കഞ്ഞികൾ കുടിക്കുമായിരുന്നു, ഔഷധ കഞ്ഞികൾ കുടിക്കുമായിരുന്നു. അതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ ചാറുകൾ മുറിവിൽ പുരട്ടുമായിരുന്നു. ആ കാലങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ കാർഷിക മേഖലകളിലും ആഹാര രീതികളിലും ഭക്ഷണക്രമങ്ങളിലും വലിയ മാറ്റമാണ് ഉണ്ടായത്. അതുപോലെ മറ്റൊരു വിഷയമാണ് വലിയ ബഹുഭാര്യത്വം നിലനിന്നിരുന്ന ഒരു നാട്. അവിടെ ഏകഭാര്യ വ്യവസ്ഥ, ഏകഭർത്തൃവ്യവസ്ഥ, ഇതൊക്കെ കൊണ്ടുവന്നത് മിഷണറിമാരാണ്. നിങ്ങൾ നോക്കൂ, ക്രൈസ്തവർക്ക് മാത്രമല്ല, ക്രൈസ്തവേതര സമുദായങ്ങളിടയിൽ പോലും ക്രൈസ്തവ സ്വാധീനമുണ്ട്. ഇന്ന് ഒരാൾക്കൊരു ഭാര്യ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു ആധുനിക കുടുംബ വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ കൃത്യമായ ഇടപെടലാണ് മിഷണറിമാർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ കുടുംബ വ്യവസ്ഥയിൽ മാത്രമല്ല, ആഹാരരീതികളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതക്രമത്തിൽ മാത്രമല്ല, കാർഷിക വൃത്തിയിലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ പ്ലാന്റേഷൻ്റെ കാര്യം. റബ്ബർ, നമ്മുടെ നാട്ടിലെ റബ്ബർ ഒരു ആദായ വ്യവസ്ഥയായിരുന്നു, ഒരു ഉപജീവന മാർഗമായിരുന്നു, വലിയ തരത്തിലുള്ള വരുമാനം നൽകുന്ന ഒരു മാർഗമായി. റബ്ബറിനെ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്, പ്രോത്സാഹിപ്പിച്ചത്? പ്ലാന്റേഷൻ മേഖലയിൽ ഒരു വലിയ സമൂഹത്തിൻ്റെ ഉപജീവന സന്ധാരണ മാർഗമായിരുന്നു പ്ലാന്റേഷൻ മേഖല. അതിനെ കൃത്യമായി അവിടെ ഉപജീവനവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്നതിൽ മിഷണറിമാർ വിജയിച്ചു എന്നുള്ളതാണ്. ഒരു തെറ്റിദ്ധാരണ തിരുത്തണം. കേവലം മതപ്രചാരകരായി, സുവിശേഷ പ്രചാരകരായി മിഷണറിമാരെ നിങ്ങൾ കാണരുത്. അങ്ങനെയാണെങ്കിൽ എന്തിനവർക്ക് ഡിക്ഷണറി ഉണ്ടാക്കണം? എന്തുകൊണ്ടവർക്ക് അക്ഷരം പഠിപ്പിക്കണം, വ്യാകരണം ഉണ്ടാക്കണം, പള്ളിക്കൂടം ഉണ്ടാക്കണം, ഇവിടെ വൃക്ഷത്തൈകൾ കൊണ്ടുവരണം, ഔഷധ ചെടികൾ പ്രചരിപ്പിക്കണം, ആഹാര രീതികൾ പഠിപ്പിക്കണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ സമൂലമായ പരിവർത്തനത്തിന്, സമഗ്രമായ വിമോചന പ്രക്രിയയ്ക്ക് അവർ കൃത്യമായ ഇടപെടലാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ്
നമ്മുടെ ഭക്ഷണ രീതികളിൽ പോലും വ്യത്യാസങ്ങൾ ഉണ്ടായത്. നമ്മുടെ വസ്ത്രങ്ങൾ, നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മുടേതല്ല, ഒന്നും സ്വന്തമല്ല. നമുക്കറിയാം, പാള കൊണ്ട് കൗപീനമുണ്ടാക്കി ജീവിച്ച ഒരു നാടായിരുന്നു. ആ ഒരു നാട് ഇന്ന് ഏറ്റവും മനോഹരമായ നിലയിൽ ഇന്ന് വസ്ത്രം ധരിക്കുന്നു. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ വിവിധ സംസ്കാരങ്ങളുടെ സ്വാധീനമുണ്ട്, വിവിധ രാജ്യങ്ങളുടെ സ്വാധീനമുണ്ട്. ഇവിടെ സമരം ചെയ്ത നാടാണ് വസ്ത്രം ധരിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് അധസ്ഥിതരായ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലായിരുന്നു. കായംകുളത്തെ ഏത്താപ്പ് സമരം, തിരുവനന്തപുരത്തെ മേൻമുണ്ട് സമരം, പന്തളത്തെ മൂക്കുത്തി സമരം, വിറക് സമരം, കല്ലുമാല സമരം, ഒത്തിരി സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നും, അപരിഷ്കൃതമായ ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു ആധുനികമായ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ മിഷണറിമാർക്ക് കഴിഞ്ഞു. അവർ കൈവയ്ക്കാത്ത മേഖല ഒന്നുമില്ലായിരുന്നു. അത് ആഹാര രീതി, രുചിക്കൂട്ടുകൾ, കാർഷിക വൃത്തി, വിദ്യാഭ്യാസ സമ്പ്രദായം, കുടുംബ വ്യവസ്ഥ, വളരെ ഉൽപ്പാദന ശേഷിയുള്ള വിത്തുകൾ പ്രചരിപ്പിക്കുക, പ്ലാന്റേഷൻ മേഖല, അങ്ങനെ ജോഗ്രഫിക്കലായി ഭൂമിശാസ്ത്രപരമായും ഈ നാടിനെ കമനീയമായി ചമച്ചൊരുക്കുന്നതിൽ, മനോഹരമാക്കുന്നതിൽ പ്രവർത്തിച്ച മിഷണറിമാരെ എങ്ങനെയാണ് അധിക്ഷേപിക്കാൻ കഴിയുക? എങ്ങനെയാണ് സംസ്കാരത്തെ നശിപ്പിച്ചവരെന്ന് വിളിക്കാൻ കഴിയുക? എങ്ങനെയാണ് അവരെ ഒറ്റുകാരെന്നും കള്ളന്മാരെന്നും വിളിക്കാൻ കഴിയുക? എങ്ങനെയാണ് അവരെ കൊള്ളക്കാരെന്ന് വിളിക്കാൻ കഴിയുക? അവർ ആഹാരം തന്നവരാണ്, അക്ഷരം പഠിപ്പിച്ചവരാണ്. അവർ വന്നതുകൊണ്ടാണ് കാപ്പി കുടിച്ചും കപ്പ തിന്നും നമ്മൾ ജീവിക്കുന്നത്. അവർ വന്നതുകൊണ്ടാണ് നമ്മൾ രാവിലെ പുട്ട് കഴിക്കുന്നത്. കേരളത്തിൻ്റെ തീരങ്ങളിൽ തെങ്ങ് മുഴുവൻ വച്ച് പിടിപ്പിച്ചത് ഡച്ചുകാരാണ് പ്രചരിപ്പിച്ചത്. ഇവിടുത്തെ കുരുമുളകിനെക്കുറിച്ച് നമുക്കറിയാം. അത് കൊണ്ടുവന്നത് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. അത് പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും വലിയ ഇടപെടൽ നടത്തിയ ആഹാര രീതികളെ, ജീവിതക്രമത്തെ, രുചിഭേദങ്ങളെ, വസ്ത്രധാരണങ്ങളെ നിരന്തരമായി സ്വാധീനിച്ച മിഷണറിമാരുടെ പങ്കിനെ നമുക്ക് മറക്കാൻ കഴിയുമോ? അത് മറക്കരുത്. കാപ്പിയുള്ള കാലത്തോളം, കപ്പയുള്ള കാലത്തോളം, പുട്ട് നമ്മുടെ പ്രഭാത ഭക്ഷണം ആയിരിക്കുന്നിടത്തോളം കാലം, ചായ കുടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ മറക്കരുത് കേണൽ മൺറോയെ, മർഫി സാഹിബിനെ, ഹെൻറി ബേക്കറിനെ, ഇവിടെ അക്ഷരം പഠിപ്പിച്ച, ആഹാരം നമുക്ക് തന്ന മിഷണറിമാരെ ഒരിക്കലും നാം മറക്കരുത്. മറക്കാൻ നമുക്ക് സാധിക്കുകയില്ല.